ഹലോ ഗായ്സ്, ഇന്ന് ഹർത്താലായിട്ട് ഇവിടെ സ്വന്തം വണ്ടി സ്വന്തമായിട്ട് പണിയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെന്ന് നോക്കാമായിരുന്നു അത് പണി റെഡി ആവുമോ ഇല്ലേ എന്നത്. നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ വെളിയിലാണ് ഇരിക്കുന്നത്, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇക്കേ എന്തോ പരിപാടി? ആ കുത്തിപ്പറിക്കുന്നോ? പിന്നെ അത് റെഡി ആക്കുവോ? അതൊക്കെ ഉളവാക്കുക. ആ ഹർത്താലിന്റെ പണിയില്ലാത്തോണ്ട് വണ്ടി പണി ഇറങ്ങിയത്. അതുകൊണ്ട് ഇതേപോലെ തന്നിട്ടില്ല, വണ്ടി ഒന്ന് കുത്തി പണിയാൻ വെച്ചു. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കൈ വിരിവിരിക്കൂലേ? അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു പണി വേണ്ടേ? കറക്റ്റാ. എന്റെ ഇൻട്രോയെ ഭാഗത്ത് എടുത്തു വെച്ചത് എങ്ങനെ വീഡിയോ എടുക്കാനുള്ള സെൽഫായിട്ട് എടുക്കാനുള്ള എടുത്തിട്ടുണ്ട്. എങ്ങനെ എടുത്ത്? ഫസ്റ്റ് അറ്റംപ്റ്റ്. എങ്ങനെ വീഡിയോ എടുക്കുന്ന ഭാഗത്ത് ഫോണ്. ഞാൻ ഇവിടെ വണ്ടി ഇങ്ങനെ കുത്തിപ്പൊടിച്ചിട്ടിരിക്കുന്ന വണ്ടി ഇവിടെ കുറച്ച് നാളായിട്ട് ഷെഡിൽ കയറ്റി കിടക്കുക. ഷെഡിൽ കയറി കിടക്കുന്നുണ്ട്. വണ്ടി ഒന്ന് കുത്തിപ്പൊട്ടി കയറ്റി ഫുള്ള് പണിയാണ്. അതിന് മുമ്പായിട്ട് ഡോറ് തുറക്കണ്ടേ? ഡോറ് തുറക്കാനുള്ള ഒരു പണി നോക്കുമല്ലേ? കല്യാണം കഴിഞ്ഞ മുമ്പായിട്ട് 4 ടയർ മാറി. കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ മാറോ ഇനി? യെസ്, കഴിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോ നിന്നെ മാറണ്ടേ? മാറ്റിയെടുക്കാം. പുതിയത് വല്ലതും ഉണ്ടാ? സ്റ്റോക്ക് വല്ലതും? പോയിക്കേ. പുതിയ സ്റ്റോക്കൊന്നും ഇല്ലല്ലേ? പുതിയ വല്ല സ്റ്റോക്ക് ഉണ്ടാ? ഇല്ല, ഞാൻ ഒന്നേ മധുവാ. ഒരു മധുവേ ഉള്ള. ഒരു മധുവിനെ എനിക്ക് വേണ്ട കേട്ടാ. ഒന്നേ ഉള്ളന്ന് അവിടെ കുത്തി പണിഞ്ഞ് നേരെ ഇത്ര ഇതാക്കിയിട്ടുണ്ട്. ഇനി എന്തൊരു ചെയ്യണമെന്നുള്ള ഇതെല്ലാം രാവിലെ തുണിയുടെ അലക്കെല്ലാം കഴിഞ്ഞ ശേഷം കാറിലൂടെ കടന്നിരിക്കുകയാണ്. പിന്നെ എന്നെ കൊണ്ട് മൊത്തം തുണി കഴിപ്പിച്ചേട്ടാ. ഈ കിടക്കുന്ന തുണി എല്ലാം ഞാനല്ലേ കഴിയുക. അതാണ് എന്നെ കൊണ്ട് മൊത്തം തുണി എന്നെ കൊണ്ട് കഴിപ്പിച്ചു. ബെഡ്ഷീറ്റ് ഒന്നും പൊക്കാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റ് ആണ്. അയ്യോ, ബെഡ്ഷീറ്റ് വെക്കാൻ പറ്റാത്ത പെണ്ണാണ് ഇപ്പൊ എന്നെ പൊക്കാൻ പറ്റുന്നത്. 2 ബെഡ്ഷീറ്റേ കഴുകുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ കഴുകിയിട്ടതാണ്. എന്തോ ഇത് മൊത്തം കഴിയുന്നത് ഞാനാ.